ഹലോ ഡിയേഴ്സ്, ഇറ്റ്സ് മീ മനീഷ ഹെഡ്ലാൽ. ഇന്ന് ഞങ്ങൾ ഈവനിങ് ഒരു വ്ളോഗാണ്. ഇന്ന് ഞങ്ങൾ ചാലിയം ബീച്ചിലേക്ക് പോവാണ്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഉച്ചയ്ക്ക് ശേഷം ഹരി വന്ന സമയത്ത് ഞങ്ങൾ വിചാരിച്ചൊന്ന് എവിടെയെങ്കിലും ഒന്ന് പോയാലോ എന്നുള്ള പ്ലാനിലാണ് ഈ ചാലിയം ബീച്ചിലേക്ക് എത്തിയത്. ചാലിയം ബീച്ചിൽ കുറേ റിനോവേഷനൊക്കെ നടന്ന ശേഷം കുറേ ന്യൂസൊക്കെ വന്നപ്പോൾ അമ്മ എപ്പോഴും പറയലുണ്ട് ചാലിയം ഒന്ന് പോയി കാണണം എന്നൊക്കെ. അങ്ങനെയാണ് ചാലിയം ബീച്ചിലേക്ക് പോകാമെന്നുള്ള പ്ലാനിലെത്തി. അമ്മേൻ്റെ ആഗ്രഹം പറഞ്ഞപ്പോഴാണ് ഞാനും ഓർക്കണം, ഞാൻ ചാലിയം ബീച്ചിൽ പോയിട്ട് കുറേ കാലമായി. അതും എനിക്ക് തോന്നുന്നു ചാലിയം ബീച്ച് തന്നെ ഞാൻ കണ്ടത് 2 തവണ എത്തിയുള്ളൂ. ഒരു ലാസ്റ്റ് തവണ ഞങ്ങൾ പോയത് പറഞ്ഞാൽ എൻ്റെ കസിനുണ്ട് സുരാജ് കുട്ടൻ, ഞങ്ങൾ വിളിക്കും. അപ്പോൾ അമ്മായിൻ്റെ മോനാണ്. അപ്പോൾ ഓൻ്റെ കല്യാണത്തിൻ്റെയൊക്കെ മുന്നേ അമ്മായി മാമൻ ഞങ്ങൾ 2 പേരും ഞാനും മഞ്ജു അങ്ങനെ പോയതായിരുന്നു. അല്ലാതെ ചാലിയം ബീച്ചൊന്നും ഞങ്ങൾ പോയില്ല കേട്ടോ. അമ്മേൻ്റെ ആഗ്രഹത്തിൻ്റെ കൂടെ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് ചാലിയം കാണാൻ. അങ്ങനെ ഞങ്ങൾ ചാലിയെത്തി. ചാലിയത്തിൽ ആ ഒരു ഫ്രണ്ട് റിനോവേഷൻ നടന്ന ആ ഭാഗം ഭയങ്കര രസമാണ്. അതൊക്കെ കണ്ട് വീഡിയോയിൽ മാത്രമേ കണ്ടുള്ളൂ, ഇപ്പോഴാണ് അത് നേരിട്ട് കാണാൻ സാധിച്ചത്. അങ്ങനെ കുറച്ച് ദൂരം നടക്കാണ്ട്, കുറേ അവിടെ ലൈറ്റൊന്നുമില്ല. പിന്നെ അങ്ങോട്ടാണ് ഷോപ്പുകളൊക്കെ വരുന്നത്. ആദ്യമായിട്ട് കാണുന്ന കൗതുകണ്ടേ. പിന്നെ അമ്മയ്ക്കാണെങ്കിലും മഞ്ജു പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് മൃദുലിൻ്റെ കൂടെ. അമ്മയും അച്ഛനും ഞാനും ആയിരിക്കും എനിക്ക് തോന്നുന്നത് ലെസ്സായിട്ട് വിസിറ്റ് ചെയ്തത്. അച്ഛനെ പറയാൻ പറ്റില്ല കേട്ടോ. അച്ഛൻ പണ്ട് മുതലേ ഇവിടെയുള്ള ആളായതുകൊണ്ട് ചിലപ്പോൾ അച്ഛൻ്റെ നാടല്ലേ, അതുകൊണ്ട് അച്ഛൻ കണ്ട് മടുത്തിട്ടായിരിക്കും ഇങ്ങോട്ട് വരാത്തത്. ഹലോ ഡിയേഴ്സ്, ഇറ്റ്സ് മീ മനീഷ ഹെഡ്ലാൽ. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൂ നോസ് മീ ബെറ്റർ. ഇതിൻ്റെ അച്ഛനാണ്, ഇതിൻ്റെ അമ്മയാണ്. അപ്പോൾ ഇവർക്ക് ആർക്കാണ് എൻ്റെ കാര്യങ്ങൾ കൂടുതൽ അറിയാം നമുക്ക് ഇന്ന് നോക്കാം. ഇതാണ് ചലഞ്ച് വീഡിയോ ആണ് കേട്ടോ. ഇതിൽ ഞാൻ കുറച്ച് എൻ്റെ പേഴ്സണലായിട്ട് ക്ലോസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുക. അതിൽ അച്ഛനാണോ അമ്മയ്ക്കാണോ എൻ്റെ കാര്യങ്ങൾ കുറച്ചും കൂടെ അറിയാമെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് അടിയാവോ എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കാം കേട്ടോ. ആദ്യം അച്ഛൻ പറയട്ടെ, പിന്നെ അമ്മ പറയാം. ആരാണ് ശരിയെന്ന് ലാസ്റ്റ് ഞാൻ പറയാം. ഓക്കെ? പച്ചപ്പറി അല്ല ഫുള്ള് പറയണോ? അമ്മ ഓക്കെ, അമ്മ പറയാം. അതല്ല കുറച്ച് കാര്യം. പിന്നെ 10-ാം മാസമാണ് പൊതുവെ. ഞാൻ ഒന്നാം തീയതിയും അതേപോലെ മഞ്ജു 31, അച്ഛൻ 10-ുമാണ്. അത് 10-ാം മാസം. അത് വരെ അച്ഛൻ പറഞ്ഞു. ഞാൻ ഏത് ടൈപ്പ് ഡ്രസ്സാണ് കൂടുതൽ ഇടാൻ ഇഷ്ടമുള്ളത്? അതായത് വെസ്റ്റേൺ ആണോ, ട്രഡീഷണൽ ആണോ, അല്ലെങ്കിൽ കാഷ്വൽ ആണോ? വെസ്റ്റേൺ. അച്ഛന് അവസരം കൊടുക്കണ്ടേ? അച്ഛന് അവസരം എന്താ പറഞ്ഞേ? കാഷ്വൽ. അപ്പൊ ആരതാ ജയിച്ചേ? അമ്മ. ഇനി അടുത്ത് എന്റെ കല്യാണ ഡേറ്റ്, മന്ത്, ഇയർ. അമ്മ പറയട്ടെ. ജനുവരി 25, പിന്നെ ഡേറ്റ് 25-ാം തീയതി, കൊല്ലം 22. ഓക്കെ. അതായത് 2022 എന്നാണ് അമ്മ പറഞ്ഞത്. 25-ാം തീയതി ജനുവരി. അങ്ങനത്തെ മനസ്സിലായി. 25/1/2022. ഇന്റത് നിങ്ങളതല്ല ചോദിക്കണേ. ഹൂ നോസ് മീ ബെറ്റർ എന്നാണ്. നമ്മളിപ്പോ 4-ാമത്തെ ശരി. അടുത്തത് വരുന്നത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. അതിൽ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം ഏതാ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണോ, ലഞ്ച് കഴിക്കാനാണോ, ഡിന്നർ കഴിക്കാനാണോ? മനു, ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അച്ഛന്റെ ജോലി തിരക്കിനിടയിൽ ഇതൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. മൂപ്പരെ കുറ്റം പറയരുതല്ലേ?
ഞങ്ങൾ ഏകദേശം ഹൂ നോസ് മീ ബെറ്റർ പറഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ അമർഷം തുടങ്ങിയ ശേഷം അച്ഛൻ അറിയണമല്ലോ അച്ഛൻ്റെ ഹൂ നോസ് മീ ബെറ്റർ. അതുകൊണ്ട് അച്ഛന് ചോദ്യം ചോദിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ചോദ്യങ്ങൾ നമുക്ക് കേൾക്കാം. ഞങ്ങളാണോ അച്ഛന്റെ ഫസ്റ്റ് ചോദ്യം ചോദിച്ചോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഏതാ ഇഷ്ടം? ഞാൻ പറഞ്ഞതാ അച്ഛന് ഏറ്റവും ഇഷ്ടം പുട്ടാണ്. പുട്ടാണ് അല്ല ഞാൻ പറഞ്ഞത് ചപ്പാത്തി മുട്ടക്കറി. പത്തിരി. എവിടുന്ന വന്നത് നെയ്യിട്ട പത്തിരി ഞാൻ കൊടുക്കാൻ ഷുഗർ വെച്ചിട്ട് എന്ന് നെയ്യിട്ട പത്തിരി. ഞാൻ വരാം. 10/10/1964. അതാണ് നിങ്ങൾക്ക് അറിയാം. ഞങ്ങൾ ഫസ്റ്റ് ഇയർ ഇതാ ഒക്ടോബർ 1 ആണ് വരെ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞാൻ 31. അച്ഛാ എനിക്കൊരു ചോദ്യം ചോദിക്കാണ്ട്. നിങ്ങൾ ഇത്രയും നേരങ്ങളും മുത്തുട്ടീന്റെ കാര്യങ്ങൾ ചോദിച്ചപ്പോ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ അടിച്ച്. അമ്മയ്ക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ വളരെ നിർണായകമായ ഒരു ചോദ്യം അച്ഛനോട് ചോദിക്കാണ് മുത്തുട്ടീനെ കുറിച്ചിട്ട്. നിങ്ങൾക്ക് ഓളെ കുറിച്ച് കുറച്ച് കാര്യങ്ങളല്ലേ അറിയുള്ളൂ. ഓളെ ശരിക്കുള്ള പേരെന്താ? ചോദ്യം അച്ഛന് കൃത്യമായൊരു ഉത്തരം അറിയെങ്കിൽ പോലും അച്ഛന് ഉത്തരം പറയാൻ പറ്റാത്തൊരു ചോദ്യം. അമ്മേന്റെ കറക്റ്റ് പിറന്നാൾ ഡേറ്റ് ഒന്ന് അച്ഛൻ പറയാൻ പറ്റില്ല. അതെ ഗായ്സ്, കേന്ദ്ര സർക്കാർ വരെ ബുദ്ധിമുട്ടി പോയ ഒരു പിറന്നാളാണ് അമ്മേന്റേത്. 3 പിറന്നാള് 4 ആധാറൊക്കെ ഉള്ള ആളാണ്. 12 അല്ലല്ലോ, 11 മെയിലും ഓരോന്നില്ലേ? ഞങ്ങൾ ആഘോഷിക്കൽ അതാണ്. കാരണം ന്യൂ ഇയറും ഇതും കൂടി ഒന്നിച്ച് ചെലവ് കുറയും. ഇനി ഞങ്ങൾ നിർണായകമായ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഞങ്ങൾ പുതിയ മോള് എറണാകുളത്ത് പുതിയ മോള് ആന്റി മമ്മ. അതിന്റെ പേര് ഓർമ്മ ഉണ്ടോ? ഏതാ ഇയർ? 10 22 10/1 ഏതാ കൊല്ലം? 22 അതാണ്. അത് നടന്നു. ഞങ്ങളെ രണ്ടാളെ പിറന്നാൾ അറിയില്ല, കാൻഡീന്റെ പിറന്നാൾ അറിഞ്ഞിരിക്കുന്നു. ഇതില് നമുക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളാട്ടോ. ഇതില് ഏറ്റവും പെട്ടെന്ന് ദേഷ്യം വരുന്ന ആർക്കാണ്? കയ്യൊന്നിക്ക്. ഏറ്റവും പെട്ടെന്ന് ദേഷ്യം വന്നാല് കൊറേ നേരം നിക്കുന്നതായിരിക്കാണ്. അമ്മയ്ക്കല്ല, കയ്യൊന്നിക്ക്. നിങ്ങൾക്ക് അറിയില്ല, മക്കളാണ് പറയുന്നത്. ഇവിടെ അച്ഛന് വരുന്നില്ല അങ്ങനെ വന്നാലേ അച്ഛന് വിശന്നിട്ട് കൈ വന്നില്ല. അടുത്തത് ഇനി വെറൈറ്റി ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളാരാണ്? ആരാ? നിങ്ങൾ തമ്മിന്റെ അഭിപ്രായത്തിൽ പറയും. അമ്മ ഒരു വിധമായിട്ട് കഴിച്ചോളൂ. പിന്നെ ഇവര് ആരാണ്? ലഞ്ച് പേഴ്സൺ ആണോ, ബ്രേക്ക്ഫാസ്റ്റ് പേഴ്സൺ ആണോ, ഡിന്നർ പേഴ്സൺ ആണോ? അച്ഛൻ്റെ കാര്യങ്ങൾ പറയുന്നത്. അച്ഛൻ അത് പറഞ്ഞേ ഞങ്ങള്. അതല്ല അച്ഛൻ, നിങ്ങളെ അമ്മ, അച്ഛന്റെ അമ്മയും അമ്മേന്റെ അച്ഛനും പറയണം. അമ്മേന്റെ പറയും. ഒരടിയൊക്കെ അതാണ്. അടുത്ത ഇത് അടിയിൽ കലാശിക്കും തോന്നുന്നുണ്ട്. പിന്നെ അപ്പൊ ഇനി അടുത്തത് ചോദിക്കാം. ഇവര് കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് പുറത്തു പോയത് എവിടേക്കാണ്? ആദ്യമായിട്ട് അല്ല, ആദ്യം നിങ്ങൾ രണ്ടാളും പറയണം. ആദ്യം അച്ഛൻ പറയട്ടെ. അച്ഛനാ ഒന്നാമത്. അച്ഛാ, നിങ്ങൾ ആദ്യം എവിടെയാ പുറത്തേ പോയി? മണ്ണൂരേക്കാ? ഔട്ടിംഗ് ആണോ ചോദിച്ചേ? അല്ലാതെ വെറുതെ ഒരു കല്യാണ പരിപാടി അല്ല പറയണ്ടേ? അതാണ് ഔട്ടിംഗ്. ചോദിക്കുമ്പോ പറഞ്ഞാൽ അച്ഛൻ പറയും അല്ലെ അമ്മ പറയട്ടെ ആദ്യം. എവിടെയാ? എറണാകുളത്ത് പോയി നിങ്ങള്? സിനിമയ്ക്ക് പോയി. അത്ര ഏതാ സിനിമ പറയും, അതിലേക്ക് നോക്കി പറയും. വിയറ്റ്നാം കോളനി. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഞാൻ ഉണ്ടായ ശേഷം ആദ്യമായിട്ട് നിങ്ങൾ പുറത്തു പോയത് എവിടെയാ? എന്നെ കൊണ്ടുപോയത്. എന്നെ ആദ്യമായിട്ട് പുറത്തേക്ക് ഇന്നേറ്റ് മാത്രം പോയി നിങ്ങള്? ഞാൻ അറിഞ്ഞില്ലല്ലോ.
ചെറിയ കുട്ടിയല്ലേ, 2 വയസ്സ്. അത് പുതിയൊരു അറിവാണ്. ഞങ്ങളെ ക്വാർട്ടേഴ്സിൽ 2 ദിവസം മുന്നേ ഞങ്ങൾ അപ്പൊ അന്ന് നമ്മളെല്ലാരും കൂടി പോകുമ്പോഴല്ലേ ആദ്യമായിട്ട് നിങ്ങൾ പോയത്? അപ്പൊ ഇന്നത്തെ ഈ ചലഞ്ച് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ചലഞ്ച് അവസാനിക്കുമ്പോൾ തുടങ്ങിയ പോലെയല്ല ഇത് എൻഡ് ചെയ്തത്. അവസാനം നമ്മളൊരു ഫാമിലി ടൈമിലേക്ക് എത്തിപ്പോയി. പക്ഷേ ഞങ്ങളൊരു നല്ലൊരു മെമ്മറി അല്ലെങ്കിൽ നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്ത പോലെയായി. ഞങ്ങളിപ്പോൾ ഇവിടെ ഉള്ളത് ചാലിയത്താണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്കൊരു ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞങ്ങളിങ്ങനെ ഇരുന്ന് കുറച്ച് നേരം സംസാരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ആ സംസാരിച്ച സമയത്ത് ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാനും പറ്റി. അറിയാനും പറ്റി. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. ഹൂ നോസ് മീ ബെറ്റർ ആദ്യം, പിന്നെ അത് ഹൂ നോസ് ഹിം ആയി, പിന്നെ ദമ്മായി, പിന്നെ ഇവർ തമ്മിലായി. അവസാനം ഇത് എൻഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അത് ഹോട്ടലിൽ അവസാനിച്ചില്ല. അപ്പോൾ വീട്ടിലെത്തി നോക്കാം ബാക്കി എന്ത് സംഭവിക്കും. വെയിറ്റ് ആൻഡ് സീ. കുറച്ചധികം നേരം ഞങ്ങൾ അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ ചാലിയം വിടുകയാണ്. പോരുന്ന വഴി ഞാനും അച്ഛനും കുറച്ച് ഉപ്പിലിട്ടൊക്കെ ടേസ്റ്റ് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. എന്തായാലും ഔട്ടിങ്ങിന് ഇറങ്ങിയല്ലേ, അപ്പോൾ എവിടെന്നെങ്കിലും ഭക്ഷണം കഴിക്കാമെന്നുള്ള പ്ലാനും കൂടി ഉണ്ടായിരുന്നു ഈ ഒരു ഔട്ടിങ്ങിൽ. ഞങ്ങൾക്ക് പൂതിയുള്ള കടുക്ക വാങ്ങാണ്. കഴിഞ്ഞ തവണ കടുക്ക വാങ്ങിയതിൽ പൂതി ഇടാതെ എൻ്റെ ഭർത്താവ് വീണ്ടും എൻ്റെ അച്ഛനെ കൊണ്ട് ഇതാ കടുക്ക വാങ്ങിപ്പിക്കുകയാണ്. പാവന്റെ അച്ഛൻ. ഞങ്ങളെ നാട്ടില് കടുക്ക കിട്ടാത്തോണ്ട് ഇവിടുന്ന് കടുക്ക വാങ്ങും. ഞങ്ങളെ നാട്ടിലെല്ലാം കിട്ടും, പക്ഷെ ഈ ചങ്ങായി വാങ്ങൂല. അത് ഭാര്യക്ക് നന്നാക്കാനും വെക്കാനും അറിയാത്തോണ്ട് ഞാൻ വാങ്ങി. അതൊന്നല്ല, അതിനുള്ള അവസരമില്ല. ഞങ്ങൾ അങ്ങനെ ചാലിയൊക്കെ കണ്ട ശേഷം ഞങ്ങൾ നേരെ എത്തിയത് കടവ് പാലത്താണ്. ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് എവിടെയെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകാനാണ് പ്ലാൻ. അപ്പോൾ എവിടെയാണ് പോകുന്നതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര തള്ളാണ്. ഏറ്റവും വലിയ ആഗ്രഹം നടന്നില്ലെന്ന് ഹരി കാർ പാർക്ക് ചെയ്ത് വരാറുള്ളതാണ്. അമ്മയ്ക്ക് എന്താ പറഞ്ഞത്? ചാലിയം കണ്ട നിങ്ങൾ എന്താണോ ആഗ്രഹിച്ച ആ രീതിയിലാണോ നിങ്ങളെ ചാലിയം? കണ്ടിട്ട് ഇഷ്ടായില്ല? അവിടെ എല്ലായിടത്തും തിരക്കായതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു ഫറോക്കിലേക്ക് വിടാൻ. പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത ഫറോക്കിന്ന് പേട്ടയ്ക്ക് പോണ വഴിയുള്ള കട്ടൻസിലാണ് അന്ന് ഞങ്ങൾ പോയത്. ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഫുഡായിരുന്നു. അതിനുശേഷം ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഞങ്ങളെ കണ്ട സന്തോഷമാണ് ഈ ക്യാൻഡി കാണിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങൾ ഔട്ടിംഗ് വീഡിയോ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ.